ഹായ് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വ്യവഹാരിക സമീപനമെന്നും ആ വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ് ആരാണെന്നും JB വാട്സൺ ആരാണെന്നും JB വാട്സൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് തുടർന്ന് എന്താണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റിമുലസ് റെസ്പോൺസ് കണ്ടീഷൻ, സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട്, എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് എന്നും ഈ സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ യൂണിറ്റ് എന്താണെന്നും ആരാണ് ആ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഒരു ഏരിയയിലോട്ട് പോവുകയാണ്, ജ്ഞാനനിർമ്മിതിവാദം. ഈ ജ്ഞാനനിർമ്മിതിവാദം തൊട്ട് നമ്മൾ വ്യവഹാരിക സമീപനം പറഞ്ഞ പോലെ തന്നെ ജ്ഞാനനിർമ്മിതിവാദത്തിലെ വക്താക്കൾ ഇവരാളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം. ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും കുട്ടി അറിവ് നിർമ്മിക്കുന്നു. ഇവിടെ എന്താണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നു എന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ നടക്കുന്നതെന്നും അനുമാനിക്കുന്ന സിദ്ധാന്തമാണ് വൈജ്ഞാനിക സിദ്ധാന്തമെന്ന് ജ്ഞാനനിർമ്മിതിവാദത്തിൽ നമുക്ക് പറയാം. അടുത്ത പോയിന്റ് നോക്കാം. പഠനത്തിൽ പഠിതാവിനാണ് കേന്ദ്രസ്ഥാനം. ഇവിടെ ആർക്കാണ്? പഠനത്തിൽ പഠിതാവിനാണ് കേന്ദ്രസ്ഥാനം. കോഗ്നിറ്റീവ് തിയറിയിൽ അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈജ്ഞാനിക സമീപനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്? പഠനത്തിൽ പഠിതാവാണ് കേന്ദ്രസ്ഥാനം. വിദ്യാഭ്യാസം വ്യക്തിയുടെ സർവോമുഖമായ വികാസം ആണെന്നും ഈ വികാസത്തിൽ വൈജ്ഞാനിക വികാസമാണ് മുഖ്യമെന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് ആര്? ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ആൾക്കാർ. ഇനി അടുത്ത സ്റ്റേജ്, പഠിതാവിനെ ഒരു ഗവേഷകൻ്റെ പങ്കാണ് വഹിക്കാനുള്ളത്. ഇവിടെ എന്താണ് ജ്ഞാനനിർമ്മിതിവാദത്തിൽ? പഠിതാവിനെ ഒരു ഗവേഷകൻ്റെ പങ്കാണ് കൊടുത്തിട്ടുള്ളത്. കൊഗ്നിറ്റീവ് തിയറിയിൽ ജ്ഞാനനിർമ്മിതിവാദത്തിൽ പഠിതാവിന് ഒരു ഗവേഷകൻ്റെ ഒരു റിസർച്ചറെ റോളാണ്. റിസർച്ചറെ റോൾ എന്താണ്? സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി അത് സ്വന്തമായിട്ട് അപഗ്രഥിച്ച് അതിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു സാധനം കണ്ടെത്തുക. അതിനെ സഹായിക്കാൻ അവിടെ അധ്യാപകൻ്റെ റോൾ എന്താണ്? ഒരു വഴികാട്ടി മാത്രമാണ്. അധ്യാപകൻ്റെ റോള് ഒരു വഴികാട്ടിയാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് അപ്രോച്ചിൽ കൊഗ്നിറ്റീവ് തിയറിയിൽ അധ്യാപകൻ്റെ റോൾ എന്താണ്? ഒരു വഴികാട്ടി മാത്രമാണ്. നോട്ട് ചെയ്തോ, അവിടെ സ്റ്റുഡൻറ് സെൻറ്റേർഡാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ ബിഹേവിയറൽ അപ്രോച്ചിൽ അല്ലെങ്കിൽ വ്യാവഹാരികവാദം പറഞ്ഞപ്പോൾ അവിടെ എന്തായിരുന്നു? അവിടെ ടീച്ചർ സെൻറ്റേർഡാണ്. അപ്പോൾ രണ്ട് കൊഗ്നിറ്റീവിൽ ആരാടാ? കൊഗ്നിറ്റീവിൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കും. മറ്റേതിൽ ബിഹേവിയറിൽ ടീച്ചർ സെൻറ്റേർഡും ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഈ അധ്യാപകൻ ഒരു വഴികാട്ടിയുടെ റോള് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 3 സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക പഠനം അവിടെ നടക്കും. എന്തൊക്കെ? ഉത്തേജനം, നിലനിർത്തൽ, മാർഗനിർദ്ദേശം. ഈ 3 സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരു വൈജ്ഞാനിക സിദ്ധാന്തം വൈജ്ഞാനിക പഠനം എന്ത് ചെയ്യും? ഈ സാഹചര്യങ്ങൾ 3 നൽകാൻ അധ്യാപകന് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലൊക്കെ എന്തായിരിക്കും? ഒരു ഊന്നിയുള്ള പഠനം അവിടെ പോസിബിൾ ആവുമെന്നാണ് ജ്ഞാനനിർമ്മിതിവാദം നമ്മളോട് പറയുന്നത്. അപ്പോൾ നോക്കാം അടുത്തത് സമഗ്രതാവാദം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അല്ലെങ്കിൽ സമഗ്രതാവാദം. എന്താണ് ഈ സമഗ്രതാവാദം? ജസ്റ്റ് ഈ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സമഗ്രതാവാദം നമ്മളെടുത്ത് പറയുന്നത് സമഗ്രതയിലാണ് യഥാർത്ഥമായ അറിവുള്ളത് നിലനിൽക്കുന്നതെന്നും അംശത്തിനേക്കാൾ പ്രാധാന്യം സമഗ്രതയ്ക്കാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഒരു രേഖ മാത്രമാണ്. പക്ഷെ അതിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ തന്നിരിക്കുന്ന വിവിധ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഈ ഒരു ചെറിയ രേഖ പല രൂപഘടനയനുസരിച്ച് എന്തായിരിക്കും? വ്യത്യസ്ത അനുഭവങ്ങളാണ് നിർമ്മിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്ത ഘടനകളാണെങ്കിൽ വ്യത്യസ്ത സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സമഗ്രതയിലാണ് യഥാർത്ഥമായ അറിവുള്ളത്. അത് പിന്നെ വീണ്ടും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്
ഈ സെയിം സാധനം പല പല സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാറുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. എന്താണ് സമഗ്രതാവാദ സിദ്ധാന്തം പറയുന്നത്? ഓക്കെ. ഇനി അടുത്തത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. ഇത് എത്രയും പെട്ടെന്ന് മാർക്ക് ചെയ്തോ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കൂടുതൽ പഠിക്കാനുള്ളത്. ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നോക്കണം. ഇവിടെ പറയുന്നത് പഠനം പ്രധാനമായും ഒരു സാമൂഹിക പ്രക്രിയയാണ്. പഠനം എന്താണ്, ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന ആശയത്തെ ആധാരമാക്കി രൂപപ്പെട്ട സിദ്ധാന്തം ഏതാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയണം, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയണം. സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിലുള്ള വൈദ്യ വർദ്ധിപ്പിക്കലുമാണ് ഈ ഒരു സാമൂഹിക അല്ലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന സിദ്ധാന്തം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇടപഴകിയിട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മനഃശാസ്ത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലെ ഇടപെടലുകളും കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വിദ്യ അല്ലെങ്കിൽ അറിവ് നേടുന്നത് എന്നാണ് ഈ ഒരു സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ വക്താക്കൾ പറയുന്നത്. ഈ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാമൂഹിക നിർമ്മിതിവാദത്തിൻ്റെ വക്താവ് ആരാടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ വക്താവ് വൈഗോട്സ്കി. ഈ വൈഗോട്സ്കിയെ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഗോട്സ്കിയെ നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് പഠിക്കാനുണ്ട്. കാരണം വൈഗോട്സ്കിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം എന്ന് കേട്ടാൽ അവിടെ ആദ്യം വൈഗോട്സ്കി എന്ന് എഴുതിക്കോ. പിന്നെ എന്താണ് ആ കാര്യങ്ങൾ പറയുന്നത്, സാംസ്കാരിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റി സാംസ്കാരിക സാഹചര്യങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിലുള്ള വൈദ്യ വർദ്ധിപ്പിക്കലുമാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ്. ഇത്തരം ഒരു മനഃശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഗോട്സ്കി. ഓക്കെ, സെറ്റ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. മനോവിശ്ലേഷണ സമീപനം. എന്താടാ മനോവിശ്ലേഷണ സമീപനം? ഈ മനോവിശ്ലേഷണ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാടാ? സിഗ്മണ്ട് ഫ്രോയിഡാണ്. നോട്ട് ചെയ്തോ, സിഗ്മണ്ട് ഫ്രോയിഡ്. മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരായിരുന്നു? വൈഗോട്സ്കി. മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതൊക്കെ കൃത്യമായിട്ടൊരു ചാർട്ട് ചെയ്ത് വെച്ചോ. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യങ്ങൾ ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നും കൺഫ്യൂഷൻ ഇല്ലാണ്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കണം, എങ്കിലേ അത് മനസ്സിൽ നിൽക്കൂ. ഇനി അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ വിശേഷത്തെയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെറുപ്പകാലത്ത് നമുക്കുണ്ടാകുന്ന ഓരോ പേടി, അത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസുകൾ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്വഭാവത്തെ അല്ല നമ്മളെ മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന വസ്തുതാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം. മനുഷ്യരുടെ ചിന്തകളെയും വ്യവഹാരങ്ങളെയും അബോധ മനസ്സ് സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിലും ഈ സമീപനം ഊന്നൽ നൽകുന്നു. എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ചിന്തകളെയും വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെയും അബോധ മനസ്സ് സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ ഈ സമീപനം ഊന്നൽ നൽകുന്നു. അപ്പോൾ ഈ സമീപനം ഊന്നൽ നൽകുന്നു ഏത് സമീപനം? മനോവിശ്ലേഷണ സമീപനം ഊന്നൽ നൽകുന്നത് എന്താണ്? ബാല്യകാല അനുഭവങ്ങളിൽ ഭാവിയിൽ കുട്ടിയുടെ അബോധ മനസ്സ് സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ ആ കാര്യം വിട്ടുപോകരുത്, മറക്കരുത്, എഴുതി വെച്ച് പഠിക്കണം. പിന്നെ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു
മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തുണ്ട്, ഈ മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. എത്ര തലങ്ങളായിട്ടുണ്ട്? മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബോധതലം, 2 ഉപബോധതലം, അല്ലെങ്കിൽ ബോധപൂർവതലം, അല്ലെങ്കിൽ അബോധതലം. ഇത്തരത്തിൽ 3 തലങ്ങളായിട്ടാണ് എന്തിന് മനുഷ്യ മനസ്സിനെ ആരാണ് മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് ചിത്രീകരിച്ചത്, അല്ലെ 3 തലങ്ങളായിട്ട് വിഭജിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ്. ഏതൊക്കെയാണ് 3 തലങ്ങളെന്ന് ചോദിച്ചാൽ ബോധതലം, അബോധതലം, അല്ലെങ്കിൽ ഉപബോധതലം. ഈ അടുത്ത പോയിന്റ് നോക്കാം. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലമായിട്ട് അദ്ദേഹം കണ്ടത് ഏതാ തലം എന്നറിയോ? അബോധതലം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് സൂചിപ്പിച്ച തലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബോധതലം. ഈ അബോധതലം സംതൃപ്തമാവാത്ത ആഗ്രഹങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും അബോധതലത്തിലേക്ക് സംതൃപ്തമാവാത്ത ആഗ്രഹങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും അബോധതലത്തിലേക്ക് ആഴ്ത്തപ്പെടുന്നു. അതിനാൽ വ്യക്തിയുടെ വ്യവഹാര ശൈലിയെ നിയന്ത്രിക്കുന്നത് അബോധ മനസ്സിലേക്ക് അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും ഭയങ്ങളുമാണ്. എന്താ പറഞ്ഞത്? നമ്മൾ സംതൃപ്തമാവാത്ത ആഗ്രഹങ്ങൾ, പല പല ആഗ്രഹങ്ങൾ നമ്മൾക്ക് കാണും. അതുപോലെ തന്നെ പല പല വേദനാജനകമായ അനുഭവങ്ങൾ കാണും. ഇതൊക്കെ മനുഷ്യൻ്റെ എന്ത് ചെയ്യും? നമ്മളെ അബോധതലത്തിലോട്ട് അടിച്ചമർത്തിയിട്ട് നമ്മളത് മറന്നു കളയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് 3 തലങ്ങളുണ്ട്. ഈ 3 തലങ്ങളിൽ അബോധതലത്തിലോട്ട് നമ്മളിതിനെ അടിച്ചമർത്തിയിട്ട് നമ്മളതിനെ അറിയാത്ത പോലെ ജീവിക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്വഭാവത്തെയും നമ്മളെ വ്യവഹാര ശൈലിയെയും നിയന്ത്രിക്കുന്നത് അബോധ മനസ്സിലേക്ക് അടിച്ചമർത്തിയ ഇത്തരം കാര്യങ്ങളാണ് എന്നാണ് ആര് പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ നമ്മളെ ഈ 3 തലങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബോധതലം, അബോധതലം, ഉപബോധതലം. ഓക്കെ. ഇനി മനസ്സിൻ്റെ മനോഘട്ടങ്ങൾ വിഭജിച്ച അടിസ്ഥാന ആശയങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതൊക്കെയാണ്? നമുക്കറിയാം, ഈ മനസ്സിൻ്റെ മനോഘട്ടങ്ങളെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആരാണ് വിഭജിച്ചത്? സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെ. ഇദ്ദേഹം തന്നെ വിഭജിച്ച് 3 ഘട്ടങ്ങളായിട്ട്, അല്ലെങ്കിൽ 3 പാർട്ടുകളായിട്ടാണ് നമ്മളെ എന്ത് ചെയ്തിട്ടുള്ളത്? മനസ്സിൻ്റെ മനോഘട്ടങ്ങളെ വിഭജിച്ചിട്ടുള്ളത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. എന്താണെന്നറിയോ? എന്താണ് ഇതെന്താണ്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആളാണ്. ആരാടാ? പ്ലഷർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആളാണ് ആര്? ഇത്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ആളാണ് എന്ത്? ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്കൊരു പോലീസ്മാൻ ഫോഴ്സ് എന്ന് ചോദിക്കും. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു വേർഡാണ് പോലീസ്മാൻ പോലീസ്മാൻ. അതുപോലെ തന്നെ സൂപ്പർ ഈഗോ, സെൻസ് ഓഫ് റൈറ്റ് ഓർ റോങ് എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണ്. ഒരു ജഡ്ജാണ് ആര്? സൂപ്പർ ഈഗോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതെന്ന് പറഞ്ഞാൽ ഇതിനെ ആനന്ദ തത്വമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇതിനെ പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. തന്മൂലം ഇത് യുക്തിയെയോ സന്മാർഗത്തെയോ വില കൽപ്പിക്കുന്നില്ല. എന്താ പറഞ്ഞത്? ഇത് അവിടെ യുക്തിക്കോ അല്ലെങ്കിൽ നല്ല മാർഗം, നല്ലത് ചീത്തയെന്നൊന്നും വില കൽപ്പിക്കുന്നില്ല. എപ്പോഴും അതിനെ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചാടിക്കളിക്കുന്നതിനാണ് എന്ത് പറയുക? ഇത് എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഈഗോയെ നിയന്ത്രിക്കണ യഥാർത്ഥ തത്വമാണ്, അല്ലെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിളാണ് എന്ത് ചെയ്യുന്നത്? ഈഗോനെ നിയന്ത്രിക്കുന്നത്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് ശക്തി ഏതെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോ ആണ് നമ്മളെ പോലീസ്മാൻ ഫോഴ്സ്. മനുഷ്യ മനസ്സിനെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈഗോ. ഇതിൻ്റെ ദുഷ്പ്രവർത്തികളെ ഈഗോ നിയന്ത്രിക്കും. നമുക്കിത് എടുത്തുചാട്ടത്തെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കണ്ട അപ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ട്. അത് വരുന്ന അഗ്രസീവായിട്ടുള്ള തോട്ട് വരുന്നത് എവിടെ നിന്നറിയോ? ഇതിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഈ ഇതിനെന്ത് നിയന്ത്രിക്കും? ഈഗോ ചെറുതായിട്ടൊന്ന് നിയന്ത്രിക്കും. ഇതിൻ്റെ ദുഷ്പ്രവർത്തികളെ ഈഗോ നിയന്ത്രിക്കും. മനുഷ്യ മനസ്സിനെ ജഡ്ജൊന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ഈഗോയെ. ഈ സൂപ്പർ ഈഗോയെ നോക്കിയാലോ, സന്മാർഗിക തത്വമാണ് എന്ത് ഫോളോ ചെയ്യുന്നത്. സൂപ്പർ ഈഗോ എന്താണ്? സാൻമാർഗിക തത്വമാണ് ഫോളോ ചെയ്യുന്നത്. മനുഷ്യനിലുള്ള
മനുഷ്യനുള്ള ദാർശനികവും സന്മാർഗവുമായ ശക്തിയാണെന്ത് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്താണ്? മനുഷ്യനുള്ള ധാർമ്മികമായിട്ടുള്ളതും മനുഷ്യനുള്ള ദാർശനികവും സാന്മാർഗികവുമായിട്ടുള്ള ശക്തിയാണെന്ത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് വാണ്ട്സ് വാട്ട് ഇറ്റ് വാണ്ട്സ്, ഈഗോ ട്രൈസ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ വൈൽ കൺസിഡറിങ് റിയാലിറ്റി, സൂപ്പർ ഈഗോ എവാലുവേറ്റ് ദ ഈഗോസ് ഡിസിഷൻ ബേസ്ഡ് ഓൺ എ മോറൽ വാല്യൂസ്. ഈ 3 കാര്യങ്ങളാണ് എന്താ ഒരാളുടെ ബിഹേവിയറിനല്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ തോട്ട്സിനെയും ഫീലിങ്സിനെയും ആൻഡ് ബിലീഫ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഷെയ്പ്പ് ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ്? ജ്ഞാനനിർമ്മിതിവാദം എന്നാണ്. എന്താണ് ജ്ഞാനനിർമ്മിതിവാദമാണെന്ന് നോക്കി. അതുപോലെ തന്നെ വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ സമഗ്രതാവാദം എന്താ, അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കോൺസ്ട്രക്റ്റിവിസം എന്ന ആശയമുള്ള ആ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാടാ? ഈ വൈഗോട്സ്കിയാണെന്താ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിതാവ്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് കണ്ട അവിടെ എഴുതിക്കോ വൈഗോട്സ്കിയാണ്. അതുപോലെ തന്നെ സാമൂഹിക പഠന സിദ്ധാന്തം, സോഷ്യൽ തിയറി ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ മനോവിശ്ലേഷണ സമീപനം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ബാക്കി കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും നമുക്ക് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ.